മലബാറിലാണല്ലോ ഏറ്റവും വലിയ വിഷു ആഘോഷം നടക്കുന്നത്. അപ്പോൾ മലബാറിലേക്ക് തന്നെ പോകാം. മലബാറിലേക്ക് നമ്മളൊരു വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീട്ടിലെ വിഷു ആഘോഷം നമുക്ക് കൂടാം. അവരുടെ കൂടെ പങ്കുചേരാം. ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന് ആ വിഷു കാഴ്ചകളുമായി. ചേതൻ, ഹാപ്പി വിഷു. എവിടെയാണ് നിൽക്കുന്നത്? ആ വീട്ടിൽ പോയി വിഷുക്കണി കണ്ടോ? തീർച്ചയായും മനു, ഹാപ്പി വിഷു മനുവിനും അതുപോലെ തന്നെ ഡെസ്കിലുള്ള എല്ലാവർക്കും എൻ്റെയും നമ്മളെ ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിൻ്റെയും നമ്മളെ ബ്യൂറോയിലെ കാലിക്കറ്റ് ബ്യൂറോയിലെ എല്ലാവരെയും വിഷു ആശംസകൾ എല്ലാവരെയും അറിയിക്കുകയാണ്. ഞാനിപ്പോൾ ഓഫീസിൻ്റെ വളരെ തൊട്ടടുത്ത്, നടക്കാവിലെ ഓഫീസിൻ്റെ തൊട്ടടുത്ത ഒരു വീട്ടിലാണ്. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് നടക്കാവിലെ ഒരു വീട്ടിലാണ്. റീനേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. നമുക്കറിയാം, മനു തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിഷു അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ ആഘോഷിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ മലബാർ മേഖല. രാത്രിയോടുകൂടി ഈ പടക്കം പൊട്ടിക്കൽ തുടങ്ങുന്നതോടെ പുലർച്ചെ നീളുന്ന ഒരു പടക്കം പൊട്ടിക്കലും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇങ്ങനെ കണിയൊക്കെ ഒരുക്കി വീട്ടിലെ അമ്മമാർ ഇങ്ങനെ മക്കളെയും അതുപോലെ തന്നെ ഭർത്താവിനെയൊക്കെ വിളിച്ചു വരുത്തി കണി കാണിക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതവിടെ പച്ചക്കറികളും പഴങ്ങളും കണിവെള്ളരിക്കയും വിളക്കും മറ്റ് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹവും എല്ലാം വെച്ച ഒരു മനോഹരമായ ഒരു കണിയാണ് നമ്മളിന്ന് കണ്ടത് എന്ന് വേണം നമുക്ക് പറയാൻ. ഇവിടെ നമ്മളെ കൂടെ നമ്മുടെ അയൽവാസി കൂടിയാണ്. നമുക്ക് റിനേച്ചിയോട് തന്നെ ചോദിക്കാം. റിനേച്ചി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇങ്ങനെയൊക്കെ തന്നെ. ചേച്ചിക്ക് നാളെ വരുന്നുണ്ടോ വിഷുക്കണിയെ കുറിച്ച് ചോദിക്കുമ്പോൾ? ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നട്ട പാനൊക്കെ എണീച്ച പെട്ടെന്നുണ്ടായ ഇതല്ല. ഞങ്ങള് പച്ചക്കറിയൊക്കെ മുറിച്ച് ഇത്തിരി കിടന്നിട്ട് ബാക്കി പണി എടുക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം നിങ്ങൾ ഓടി വന്നതല്ല. പൊതുവെ അങ്ങനെയൊക്കെ തന്നെ കോടിയൊക്കെ കൊടുത്ത് മക്കൾക്ക് കൈനട്ടൊക്കെ കൊടുത്ത് ക്ഷേത്രത്തിലൊക്കെ പോയി. അപ്പോൾ ക്ഷേത്രത്തിൽ പോവായിരിക്കും. എനിക്ക് കാലിന് അസുഖമുള്ളതിനെ കൊണ്ട് അങ്ങനെ പോവല്ലേ. പിന്നെ മൂപ്പര് വണ്ടിയായിട്ടൊക്കെ വരണ്ടേ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നടന്നൊക്കെ പോവലുണ്ട്. പിന്നെ മോനും പടകം പൊട്ടിച്ച് കഴിഞ്ഞ് മോനും കിടന്നുറങ്ങി. പിന്നെ മോളില്ല, മോളും കുട്ടികളൊക്കെ നാളെ വരുള്ളൂ. ഓരെയും കാത്തു നിന്ന് ഞങ്ങൾ ചെറിയ തോതിലൊക്കെ അങ്ങോട്ട് കഴിച്ച് നാളെ നല്ലതിൽ ആഘോഷിക്കുക. മക്കളുണ്ടാകുമ്പോഴല്ലേ നല്ല ആഘോഷം ഉണ്ടാകുക. ഇനിയിപ്പം ചേച്ചി ഇപ്പം ഇനി സദ്യ ഉണ്ടാക്കണം, ഇനി അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലായിരിക്കും, അതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഇത്തവണ ഉണ്ടാക്കുന്നത് എല്ലാ സദ്യയുണ്ട്, എല്ലാം ഉണ്ട്. സാമ്പാർ, ഊണ്, പിന്നെ അവിയൽ, അങ്ങനെയുള്ള ഐറ്റംസ്, പുളി പച്ചടി, അങ്ങനെയുള്ള എല്ലാം ഒരുക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും കഴിക്കും. മനു, പൊതുവേ മലബാർ മേഖലയിൽ അതിൻ്റെ ഒരു പ്രത്യേകത സദ്യേൻ്റെ കൂടെ നോൺ വെജ് ഒക്കെ ഉണ്ടാവും. ഒന്നുകിൽ അതൊരു മീനിൻ്റെ ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും, അല്ലെങ്കിൽ ഇറച്ചിയോ മറ്റ് ഏതെങ്കിലും വിഭവമായിരിക്കും. പക്ഷെ ചില വീടുകളിൽ അങ്ങനെ ഈ ദിവസം അങ്ങനെ നോൺ വെജ് ഉണ്ടാവില്ല. ചേച്ചി, ഇവിടെ ഇന്ന് നോൺ വെജ് വെക്കുന്നുണ്ടോ? ഇന്നില്ല, ഇന്ന് വേണ്ടാന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷെ മീനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വേണമെങ്കിൽ നാളെയൊക്കെ വെക്കും. ചേതൻ ചെന്നോണ്ട് എടുത്ത് മാറ്റി തന്നു തോന്നുന്നു മീനൊക്കെ. മനു, അത് ഞാൻ പറഞ്ഞു, വളരെ ചില അല്ല മനു, ചില വീട്ടുകളിലൊക്കെ അങ്ങനെ ഒരു പതിവുണ്ട്. അതായത് ഈ ദിവസം മലബാർ മേഖലയിൽ നോൺ വെജ് കഴിക്കില്ല. പക്ഷെ ഭൂരിഭാഗം ഒരു 99% കൂടുതൽ പേരും ഈ വീട്ടിൽ ഇന്ന് അല്പം ഇറച്ചിയോ അല്ലെങ്കിൽ ഒരു മീൻ വിഭവമോ എന്തെങ്കിലുമൊക്കെ സദ്യക്ക് ഉണ്ടാവും. നമുക്ക് മാമുക്കയുടെ മനുവിന് അറിയാം, ഒരു പ്രസിദ്ധമായ ഡയലോഗുണ്ട്. ഈ അല്പം ഇറച്ചിയൊന്നും ഇല്ലാതെ എന്ത് ഓണാഘോഷം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒരു സിനിമയിൽ പലർക്കും ഒരു കൗതുകമാണ്. നമ്മളിപ്പം ഇത് നമ്മുടെ നാടിന്റെ ഒരു ഭംഗിയാണ്. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടോ നമ്മളിവിടെ എന്തും എടുക്കും, എന്തും പോകും എന്ന് പറഞ്ഞാൽ, മറ്റേ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞാൽ ഇവിടെ പെട്രോളും ഡീസലും ഈ വണ്ടി പോകുമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കാര്യം. ഇവിടെ എല്ലാം പിടിക്കും നമ്മൾ. അതെ, ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഞാൻ ഇന്നലെ നമ്മൾ SN സ്ട്രീറ്റിൽ പോയിരുന്നു, മിഠായി തെരുവിൽ. ഈ മിഠായി തെരുവിലൊക്കെ നമ്മൾ പൊതുവെ ഈ ഒരു യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് കാരണം നമുക്ക് ആ മിഠായി തെരുവ് പോകണം. കാരണം പടക്കമൊക്കെ വാങ്ങാൻ മറ്റു സമുദായങ്ങളിൽ എല്ലാ സമുദായങ്ങളും ഒന്നിച്ച് ചേർന്ന് വസ്ത്രമൊക്കെ വാങ്ങുന്നു, പടക്കമൊക്കെ വാങ്ങുന്നു. ആ ഒരു മനോഹര കാഴ്ച നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തതാണ്. അതാണ് നമുക്ക് ഈ വിഷു, നമ്മൾ മനു പറഞ്ഞ പോലെ ഇവിടെ എന്തും പോകും, നമ്മൾ എന്തും ഏത് ആഘോഷവും നമ്മൾ ഏറ്റെടുക്കും. അതാണ് ഒരു കേരളത്തിൻ്റെ ഒരു മനസ്സെന്ന് കാണിക്കുക. നമുക്കിത് ഇവിടെ
ദൃശ്യങ്ങൾക്കൊക്കെ കാണാം. ഇതാ മലബാർ മേഖലയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതാണ് പടക്കം. അതാണ് ഈ രാത്രിയോടെ തുടങ്ങുന്ന പടക്കം പൊട്ടിക്കൽ, അത് പുലരും വരെ നീളും. ഇപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി സെക്കൻഡ് ഹാഫിലേക്കുള്ള കടക്കുകയാണ് മലബാറുകാർ. ഇതാ ഇവിടെയൊക്കെ ദൃശ്യങ്ങളിലൊക്കെ കാണാം പടക്കം. ഇതവിടെ നമ്മളിവിടെ ഒരു ഏട്ടനുണ്ട്. ഏട്ടൻ്റെ പേരെന്താണ്? നേരത്തെ ചേച്ചി പറഞ്ഞു ഏട്ടന് നമ്മൾ വന്ന് കിടന്നുറങ്ങുമായിരുന്നു. രാവിലെ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മണി വരെ പൊട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങാന്ന് എഴുതിയിട്ട്. ഉച്ചയ്ക്ക് ശേഷം ട്രെയിലർ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ചിത്രം ബാക്കി. അതെ അതെ, നമ്മൾ ഇനി എന്തൊക്കെയാണ് ഏട്ടൻ എന്തൊക്കെയാണ് വാങ്ങിയത് ഇത്തവണ? ഒരുവിധം എല്ലാ പടകവും ഞാൻ മേടിച്ചിട്ട്, കൂടുതൽ പൊട്ടുന്ന പടകങ്ങളാണ് എനിക്ക് താല്പര്യം. അപ്പോൾ കൂടുതൽ അത് മേടിച്ചിട്ട് പ്രഷർ കാണിക്കാൻ പറ്റുന്ന ഒരു 1-2 സാധനം ഒന്ന് കാണിച്ചു. പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി കുട്ടികൾക്കുള്ള കുറച്ച് കത്തിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. പിന്നെ വലിയ വലിയ പടകങ്ങൾ ഞാൻ കൂടുതൽ പൊട്ടുന്നതാണ് മേടിക്കുക. ഇങ്ങനെ 1000 വാല വലിയ പടകങ്ങളില്ലേ, മൊത്തത്തിൽ ഇങ്ങനെ ഈ കുറേ 10,000 വാലയാണിത്. 10,000 വാല എന്ന് പറഞ്ഞ പടകമാണ്. അതാണ് വിഷു ആയാൽ നമ്മൾ ഇതിന് നമ്മളൊരു കാശ് നമ്മൾ എത്ര ചിലവ്, അതൊരു മലബാർ മേഖലയുടെ ഒരു പ്രത്യേകത ആണല്ലേ. പടക്കത്തിന് നമ്മൾ അങ്ങനെയാണ്, എത്ര പൈസ നമ്മൾ ഇട്ടാലും നമുക്ക് എത്ര പടക്കം വാങ്ങിയാലും നമുക്ക് മതിയാവില്ല അല്ലേ. എന്നാ പിന്നെ കുറച്ചിങ്ങോട്ട് വാങ്ങി അയച്ചു വിടാൻ പാടില്ലായിരുന്നോ ചേതാ? ഒരാഴ്ചയായി വാങ്ങിയിട്ട് കണ്ടോ, ഒരാഴ്ച അതെ, ഒരാഴ്ച മുമ്പ് അതാ ആ ഒരു തയ്യാറെടുപ്പ് വേണം. കൃത്യം നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ പോലെ ഒരാഴ്ച മുമ്പ് ഈ ഏട്ടനൊക്കെ പടക്കമൊക്കെ വാങ്ങി ഇത് ഈ ദിവസത്തിനായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാ ഇനിയും ഉണ്ട്, കുറേ ഇവിടെ പടക്കമുണ്ട്, അത് പൊട്ടിച്ച് തീർക്കാണല്ലേ. ഇഷ്ടംപോലെ പൊട്ടിച്ച് തീർക്കാണ്. ഞാൻ ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ സെറ്റ് ചെയ്തില്ലായിരുന്നു പടകമൊക്കെ മേടിച്ച് പൊട്ടിക്കാൻ റെഡിയായിട്ട്. പടകം പൊട്ടിക്കലൊരു വീക്ക്നെസ് തന്നെ, അത് ഒഴിവാക്കാൻ പറ്റില്ല. അതെ, അത് നേരത്തെ കാലത്തെ വാങ്ങിച്ച് കഴിഞ്ഞ് തിരക്കിലൊന്നും പോയി കിട്ടാതായി പോയത് വെച്ചിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇനി എന്താ അടുത്ത ഇത് കഴിഞ്ഞ് ഇനി എന്താ ഫ്രണ്ട്സൊക്കെ അടിച്ചു പൊളിക്കാണോ അങ്ങനെ എന്താ? ഉച്ചക്കത്തെ സദ്യ കഴിഞ്ഞിട്ട് അടുത്ത ഇതുപോലെ ഒരു 2-3 10,000 വാലയൊക്കെ വെച്ചിട്ട് ഒരു മാല അവിടെ വെച്ചിട്ട് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഇവിടുത്തെ മനു കൊടുത്തൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഉച്ചക്ക് സദ്യ കഴിഞ്ഞ് പിന്നെ അതൊരു 2000-ന്റെ 3000-ന്റെ ഒരു അല്ലേ. ഇപ്പൊ ഞാൻ 10,000-ന്റെ ഒരു മാല മേടിച്ചു. മനു 10,000-ന്റെ ആണ് കേട്ടോ വാങ്ങിയത്. ചില്ലറക്കളിയല്ല ചേതാ. അല്ല ഞാനേ ഓർക്കുകയായിരുന്നു, ഇപ്പൊ ചേതൻ പറഞ്ഞ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ഒരു പടക്കം പൊട്ടി, ഈ ചോറ് കഴിച്ചിട്ട് ഒരു പഴം കഴിക്കണം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. ചോറ് കഴിച്ചിട്ട് പടക്കം പൊട്ടിക്കാതെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. തീർച്ചയായും അതൊരു മലബാർ മേഖലയുടെ പ്രത്യേകതയാണ്. സദ്യ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഇതിന്റെ ഒരുക്കത്തിലേക്ക് അങ്ങ് കിടക്കും. ഇത് അല്ലെ എന്തൊക്കെയാ ചേട്ടൻ തന്നെ നമ്മളോട് പറയും? ഇതിന് മെയിനായിട്ട് തന്നെ സദ്യ കഴിഞ്ഞപാട് ഇനി അങ്ങോട്ട് പടകം ബാക്കിയുള്ളത് പൊട്ടിച്ച് തീർക്കുക, അതന്നെ പരിപാടി. അപ്പൊ ചേതാ ഒരു കാര്യം ചെയ്യും, എന്തായാലും ആ വീട്ടിൽ ചെന്നതല്ലേ, അതാണ് ഇന്നത്തെ കലാശ പരിപാടി. അവരോട് പടക്കമൊക്കെ പൊട്ടിച്ച് സദ്യയൊക്കെ കഴിച്ച് കൈനീട്ടവും മേടിച്ചിട്ട് തിരിച്ചു പോന്നാൽ മതി. എന്തായാലും രാവിലെ ചെന്ന് കയറി മിക്കവാറും അവർ വാതിൽ തുറന്നപ്പോൾ ഇന്ന് കണി കണ്ടത് ചേതനയായിരിക്കും. അതെ തീർച്ചയായും വരും. അത് മാത്രമല്ല നമ്മുടെ ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളവും നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു അവസ്ഥ കൊണ്ടുകൊണ്ടുള്ളതാണ്. മനുവിനോടും അതുപോലെ തന്നെ ഡെസ്കിൽ എല്ലാവരോടും വിഷു ആശംസകൾ നമ്മളെ ക്യാമറമാൻ ഇക്ബാൽ ഇവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാനത് അങ്ങോട്ടേക്ക് അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഇക്ബാലിക്ക, ഒപ്പം തന്നെ ചേതൻ, ഒപ്പം റീനേച്ചി, പ്രജിത്ത്, താങ്ക് യു. രാവിലെ വിഷു കാഴ്ചകളുമായി പങ്കുചേർന്നതിന് 10,000 വാലയോ 3000 വാലയോ ഒക്കെയാണ് പടക്കത്തിൻ്റെയൊക്കെ പേരുകൾ പറയുന്നത്. ഇങ്ങനെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക, ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുക. ഏതായാലും നല്ലൊരു വിഷുക്കാലം കടന്നു പോകുന്നു. നമ്മളിങ്ങനെ ആഘോഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് ഒന്നായി ഏറ്റെടുക്കാം ഏതുത്സവങ്ങളെയും. മലയാളിയുടെ ആ മനോഹരമായ കാഴ്ച ലോകം കാണട്ടെ, ഐക്യത്തിൻ്റെ കാഴ്ച.